എല്ലാവർക്കും നമസ്കാരം. വേൾഡ് വൈഡ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു 50-50 ആണ്. അതായത് ഒരു സമ്മിശ്ര രൂപത്തിലാണ് ലോകം മൊത്തത്തിൽ ഷെയർ മാർക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ ആശങ്കകൾ കൂടെ ഉണ്ട്. അതിൻ്റെ ഫലമായി ഇന്ന് ഇൻഡെക്സുകളെല്ലാം ഒരു സൈലൻറ്റ് മോഡിലായിരുന്നു, സ്ലൈറ്റ്ലി നെഗറ്റീവ്. ചൈനയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ അവർ പ്രഖ്യാപിച്ച രക്ഷാ പാക്കേജിൻ്റെയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മൂലം വില കുതിക്കുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ മെറ്റൽ സ്റ്റോക്കുകളിൽ ഇന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണാനിടയായി. ഇത് നമ്മുടെ മാർക്കറ്റിനെ ഒരു വലിയ ഫോളിൽ നിന്നാണ് പിടിച്ചു നിർത്തിയത്. ലോങ് ടൈമിന് മികച്ച ഡിമാൻഡ് നിലനിൽക്കുമെന്ന വിലയിരുത്തലുകളും മെറ്റൽ ഓഹരികൾക്ക് നേട്ടമായിട്ടുണ്ട്. പ്രൈവറ്റ് ബാങ്കുകളും IT സെക്ടറുകളും നേരിട്ട വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിച്ച ഒരു ആഘാതത്തിൽ നിന്ന് ഇൻഡെക്സുകളെ പിടിച്ചു നിർത്തിയതും മെറ്റൽ ഷെയറുകളാണ്. മറ്റൊന്ന്, അമേരിക്കയുടെ പലിശ നയത്തിൻ്റെ ദിശ സംബന്ധിച്ച അവ്യക്തത ഷെയർ മാർക്കറ്റുകളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ജാഗ്രതയും അകലവും പാലിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൻ്റെ വോളറ്റൈലിറ്റിയെ സൂചിപ്പിക്കുന്ന ഇന്ത്യൻ വോളറ്റൈലിറ്റി ഇൻഡെക്സ് അഥവാ ഇന്ത്യ വിക്സ് ഇൻഡെക്സ് ഇന്ന് 6% ഉയർന്ന് 21.81 എത്തി നിൽക്കുന്നത്. 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തലമാണിത്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ആശങ്ക ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ വിക്സിൻ്റെ ഈ കണക്ക്. നമുക്കിനി നാളെ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് വാച്ച് ചെയ്യാം. 22,507 സ്പോട്ട് റേറ്റ് നിഫ്റ്റി, 22,470 ഫസ്റ്റ് സപ്പോർട്ടും 22,404 സെക്കൻഡും 22,345 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 22,531 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആകുമ്പോൾ 22,587 സെക്കൻഡും 22,625 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് റേറ്റ് 47,989 ആണ്. ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ 47,762, സെക്കൻഡ് 47,597, തേർഡ് 47,391 ആയിരിക്കും. അതുപോലെ 48,069 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്, 48,246 സെക്കൻഡും 48,456 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കിനി നാളേക്ക് ഒരു 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ പരിചയപ്പെടാം. അതിനു മുമ്പായി ഇന്നലെ കൊടുത്ത 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് വാച്ച് ചെയ്യാം. ഇന്നലെ കൊടുത്തത് ഒന്ന് സൺ TV ആയിരുന്നു. സൺ TV 681 നമ്മൾ ബൈ എൻട്രി പറഞ്ഞിരുന്നത്. സൺ TV നമുക്ക് ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് ഇമാമി ലിമിറ്റഡ് ആയിരുന്നു. ഇമാമി ലിമിറ്റഡ് 514.50 അതിൽ നമ്മളൊരു സെൽ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. 514.50 സെൽ എൻട്രി പറഞ്ഞു. ഫസ്റ്റ് ടാർഗറ്റ് 511, സെക്കൻഡ് 509 പറഞ്ഞത്. ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 507.40. അപ്പോൾ നമുക്കതിലൊരു എൻട്രി ലഭിക്കുകയും, അതായത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 519, 520 ഭാഗത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വന്നു. നമുക്കൊരു സ്മൂത്തായിട്ട് 514.50 സെൽ എൻട്രി ലഭിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വന്നു, 507 വരെ വന്നു, 507.40 വരെ വന്നു. 509 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാളേക്കുള്ള സ്റ്റോക്ക്, ഒന്നാമത്തേത് ഗ്രാനുവലാണ്. ഗ്രാനുവൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 410.50, അപ്പോൾ 411 എൻട്രി നമുക്ക് പോകാം. ബൈ എൻട്രിയാണ്. 407 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 415, 418 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ആണ്. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡിലും നമുക്കൊരു ബൈ എൻട്രിയാണ്. ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 566.70, 567 ബൈ എൻട്രി പോകാം. 563 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 571, 574 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.